ഹായ് ഗൈസ്. സോ ഇതുവരെ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻ്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു അല്ലേ. അതിലൂടെ നമുക്ക് ന്യൂ ഡോം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൽ നമുക്ക് സ്റ്റൈല്, ക്ലാസ്, ഇവൻറ്റ്ലെസ്നെസ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ അത് ഇൻസർട്ട് ചെയ്ത് നമ്മൾ അപ്പൻ ചൈൽഡ് ഉപയോഗിച്ച മെത്തേഡാണ് വെച്ചിട്ട് നമ്മൾ ഇൻസർട്ട് ചെയ്തത് കണ്ട. അപ്പൻ ചൈൽഡ് വെച്ചിട്ടാണ് നമ്മളിത് യൂസ് ചെയ്തിരുന്നത്. സോ അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പൻ്റെ എന്ന് പറയുന്ന മെത്തേഡും കൂടി ഉണ്ട്. സോ നമുക്ക് ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പൻ ചൈൽഡും അപ്പൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൻ ചൈൽഡ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ നോഡിൽ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ലൈക്ക് ന്യൂ എൽ ഐ നമ്മൾ കൊടുത്തില്ലേ, സോ ഒറ്റ നോഡ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് അപ്പൻ്റെ പറഞ്ഞാൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അപ്പൻ ക്യാൻ ടേക്ക് സ്ട്രിങ് ആണ്. അതായത് നമുക്ക് പറയാം ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് ഹലോ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ഡോട്ട് ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിലൊരു ഹലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വർക്കാവേണ്ട ഹലോ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഇൻസെർട്ട് ആകുന്നത് ടെക്സ്റ്റ് നോഡായിട്ടാണ്. സോ എലിമെൻറ്റ് നോഡ്സിലൂടെ ടെക്സ്റ്റ് നോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പൻ്റെ ഒരു സൂപ്പർ കൺവീനിയൻ്റ് ആണെന്ന് പറയാം. സോ അപ്പൻ്റെ ക്യാൻ ടേക്ക് മൾട്ടിപ്പിൾ നോട്ട്സ് എന്ന് വെച്ചാൽ അപ്പൻ്റെ മൾട്ടിപ്പിൾ നോട്ട്സ് എടുക്കാൻ പറ്റും. കോമ സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാനും പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് നമ്മൾ ന്യൂ എൽ ഐ കൊടുത്തു, പിന്നെ നമുക്ക് അനദർ എൽ ഐ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പിന്നെ എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. സോ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കാണിക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഡോട്ട് അപ്പൻഡ് ഓഫ് നമുക്ക് വേണമെങ്കിൽ ന്യൂ എൽ ഐ കോമ ഞാനിവിടെ ന്യൂ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കൊടുക്കാം. ഓക്കെ, സോ അതെല്ലാം പോസിബിളാണ് നമുക്ക് ഇത് കൊടുത്തിട്ട് അപ്പൻഡ് യൂസ് ചെയ്തിട്ട്. സോ വൺ ഷോട്ടിൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻസർട്ട് ചെയ്യാം അപ്പൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷേ ബ്രൗസർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ സൈഡിൽ എം ഡി എനിൽ നിങ്ങൾ അപ്പൻഡ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രൗസർ സപ്പോർട്ടിംഗ് ടേബിൾ ഉണ്ടാകും. അതിൽ കാണാൻ പറ്റും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ ഒരു വേർഷനിലും ഈ അപ്പൻഡ് മെത്തേഡ് സപ്പോർട്ട് ചെയ്യില്ല. എഡ്ജ്, ക്രോം, സഫാരി, ഫയർഫോക്സ് എല്ലാം വർക്ക് ചെയ്യും. ബട്ട് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾ സേഫറായിട്ട് അപ്പൻ ചൈൽഡ് എന്നുള്ള മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. സോ കോഴ്സിൽ ഞാൻ ലേറ്റർ ഓൺ പോളിഫില്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഐയിൽ വർക്ക് ചെയ്യിക്കുന്ന ഒരു ടെക്നിക്കൊക്കെ ഞാൻ അത് ഗോ ത്രൂ ചെയ്തുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ മോഡേൺ പ്രോസസ്സിൽ ഓൺലി അപ്പൻ്റെ വർക്ക് ചെയ്യുന്ന മോഡേൺ പ്രോസസ്സിൽ മാത്രമാണ്. ഓൾഡ് ഐയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൻ ചൈൽഡാണ് സേഫ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഫംഗ്ഷൻ നോക്കാം. പ്രിപ്പെൻഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഫസ്റ്റ് എലമെൻറ്റായി ആഡ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ലിസ്റ്റിൽ എൻഡിലുള്ള ആഡ് ചെയ്യുന്നത് അപ്പൻഡ് അല്ലേ. ബട്ട് ഫസ്റ്റിൽ ഇൻസർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം, പ്രിപ്പെൻഡ് എന്ന് പറഞ്ഞത്. സോ നമുക്ക് ഒരു എക്സാമ്പിൾ വെക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ലിസ്റ്റ് ഉണ്ട് ന്യൂ എൽ ഐ എന്ന് പറഞ്ഞിട്ടല്ലേ. സോ ഞാനിവിടെ ന്യൂ എൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ ഐറ്റം 4. അപ്പോൾ നമുക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ലിസ്റ്റ് ഡോട്ട് പ്രിപ്പെൻഡ് ഓഫ് ന്യൂ എൽ ഐ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ഐറ്റം ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐറ്റം 4 എലമെൻ്റ് ആയിരുന്നു, അത് ആദ്യം വന്നിട്ടുണ്ട്. സോ എങ്കെയിൻ ഞാൻ പറയുന്നത് എം ഡി എൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീപെൻഡ് ഈ മെത്തേഡ് ബേസിക്കലി ഐയിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൽ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ സ്പെസിഫിക് എലമെൻറ്റ് മുന്നിലോ പിന്നിലോ എന്നുള്ളതൊക്കെ ആണെങ്കിൽ മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ ബിഫോർ മെത്തേഡ് അല്ലെങ്കിൽ ആഫ്റ്റർ മെത്തേഡൊക്കെ ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഐറ്റം 3യുടെ മുമ്പിൽ ഇൻസെർട്ട് വേണമെന്ന് വിചാരിക്കാം നിങ്ങൾക്കിടെ. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഐറ്റം 3യുടെ മുന്നിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളാണ്. ആദ്യം നമുക്ക് ലാസ്റ്റത്തെ ഐറ്റം ഇത് ഞാൻ ക്ലിയർ ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ലാസ്റ്റ് ആദ്യം നമുക്ക് ലിസ്റ്റ് എടുക്കാം. ലിസ്റ്റ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് query സെലക്ടർ ഓഫ് UL. നമുക്ക് UL കിട്ടി. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും UL നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോൺസ്റ്റ് ലാസ്റ്റ് LI ഈക്വൽ ടു ലിസ്റ്റ് ഡോട്ട് ലാസ്റ്റ് എലമെൻറ്റ് ചൈൽഡ്. ഓക്കെ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് LI നമുക്ക്
ലാസ്റ്റത്തെ ഐറ്റം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ ലാസ്റ്റ് li ഡോട്ട് ബിഫോർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ന്യൂ li ഉണ്ടായിരുന്നു മുമ്പ് എഴുതിയിരുന്നത്, ഞാൻ റിഫ്രഷ് ചെയ്ത് പോയി. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് കൊടുക്കുക തൽക്കാലം item 4 എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണമെങ്കിൽ സോ അവിടെ പെയിൻ ഉണ്ടാവും. സോ ഞാൻ ഈ മെത്തേഡ് കാണിക്കുമ്പോൾ ബിഫോർ ബേസിക്കലി ഇതിങ്ങനെ വർക്കാവും. നമുക്ക് item 4 കൊടുത്തു കഴിഞ്ഞാൽ അതോടെ ടെസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കാനും പറ്റും. സോ item 3യുടെ ബിഫോർ item 4 വരും ഇപ്പോൾ. ഓക്കെ, ഇത് ഇൻട്രസ്റ്റിംഗ് ബിഹേവിയറാണ്. എലമെൻറ്റ് കോപ്പി ആകില്ല, മൂവ് ആവുന്നുള്ളൂ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് മുമ്പ് എഴുതിയ പോലെ ഒന്ന് എഴുതാം. കോൺസ്റ്റ് ന്യൂ li ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ്. നമ്മൾ പറഞ്ഞു li ആണ്. ന്യൂ li ഡോട്ട് ടെസ്റ്റ് കണ്ടൻറ്റ് ഈക്വൽ ടു item 4. ഓക്കെ, ഇനി നമ്മൾ ലിസ്റ്റ് ഡോട്ട് അപ്പെൻഡ് ന്യൂ li. ഓക്കെ, സോ ഇത് നമ്മുടെ ലിസ്റ്റിലാണ് അപ്പെൻഡ് ചെയ്യുന്നത്. മറ്റേ ഇത് ടെക്സ്റ്റ് നോഡ് മാത്രമായിരുന്നു ഇത് സോ നമുക്കൊരു കാര്യം ചെയ്യായിരുന്നു, അത് ന്യൂ liയുടെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യാം. item 5 എന്ന് കൊടുക്കാം മനസ്സിലാവാനായിട്ട്. ഈക്വൽ ടു item 5. ഓക്കെ, അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ item 5 നമ്മൾ യൂസ് ചെയ്തിരുന്നു ന്യൂ liയിൽ. സോ അത് ഇവിടെ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് ബിഫോർ ഫംഗ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഇതിങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ന്യൂ li ഓൾറെഡി ഡോമിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി പ്രീപെൻഡ് വഴി ബിഫോർ ഉപയോഗിച്ച് വേറെ പ്ലേസിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആകില്ല. ഇൻസ്റ്റഡ് ഓൾ പ്ലേസിൽ നിന്ന് റിമൂവ് ചെയ്ത് അത് ന്യൂ പ്ലേസിലേക്ക് മൂവ് ആവും ആക്ച്വലി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ ന്യൂ li ഞാനിപ്പോൾ ഇത് താഴത്തെ കിടക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ എഴുതിയ പോലെ ലാസ്റ്റ് li ബിഫോർ ഞാൻ ഇവിടെ ന്യൂ li കൊടുക്കാം. ന്യൂ li. ഓക്കെ, ഇപ്പോൾ നമ്മൾ item 5 താഴത്തെ കിടക്കുന്നത് ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഐറ്റം ലാസ്റ്റത്തെ സെക്കൻഡ് ലാസ്റ്റായി മാറിയത്. കാരണം ഇത് റിമൂവ് ചെയ്യില്ല. ബേസിക്കലി അതെന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഈ ന്യൂ li ബേസിക്കലി അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് മൂവ് ചെയ്യുക ചെയ്യുന്നത്. സോ ഓൾറെഡി ഡോമിൽ ഇൻസർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കരുതി ബേസിക്കലി നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് ബിഫോറാണ്. സോ ബിഫോർ ഉപയോഗിച്ച് വേറെ പ്ലേസിലേക്ക് അത് ഇൻസർട്ട് ചെയ്ത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആകില്ല. ഇൻസ്റ്റഡ് ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് പ്ലേസിൽ നിന്ന് റിമൂവ് ആയി ന്യൂ പ്ലേസിലേക്ക് അത് മൂവ് ആവുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഡോം എലമെൻറ്റ്സ് ആർ ഒബ്ജക്ട്സ്. ഞാൻ പറഞ്ഞു റെഫറൻസ് വാല്യൂസ് ആണ്. സോ സെയിം ഒബ്ജക്റ്റ് നമ്മൾ വീണ്ടും ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസർ തന്നെ ഡിറ്റാച്ച് ചെയ്ത് ന്യൂ സ്പോട്ടിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ അതുപോലെയൊക്കെ സെയിം എലമെൻറ്റ് ഇൻസർട്ട് അഗെയിൻ ചെയ്യണമെങ്കിൽ ഇറ്റ് മൂവ്സ് ന്യൂ കോപ്പി വേണമെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്രിയേറ്റ് എലമെൻറ്റ് വഴി ന്യൂ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ. ആഫ്റ്റർ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഐഡിയ തന്നെയാണ്, ബട്ട് ഇറ്റ് ഇൻസർട്ട്സ് ദി സെലക്റ്റഡ് എലമെൻറ്റ്. ഓക്കെ, സോ റീപ്ലേസ് വിത്ത് മെത്തേഡ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ അത് റീപ്ലേസ് ചെയ്യും, എക്സിസ്റ്റിംഗ് ഐറ്റം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് റീപ്ലേസ് എന്ന് പറയുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്യാം. സോ ഇപ്പോൾ item 1 മാറ്റി item 4 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ item 1 ഉണ്ട്. സോ item 1 മാറ്റിയിട്ട് നമുക്ക് item 5 ആണ് നമ്മുടെ കേസിൽ ന്യൂ li എന്നുള്ളത്. സോ item 5ലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ സോ നമുക്ക് ആദ്യം ഫസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിക്കാം. കോൺസ്റ്റ് ഫസ്റ്റ് li ഈക്വൽ ടു ഓക്കെ, പിന്നെ നമ്മൾ ലിസ്റ്റ് ഡോട്ട് ഫസ്റ്റ് എലമെൻറ്റ് ചൈൽഡ് എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് li ഡോട്ട് റീപ്ലേസ് വിത്ത്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ പറയുന്നു ന്യൂ li. സോ ഞാൻ പറയുന്നത് item 1 മാറ്റിയിട്ട് item 5 ആണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കാണിക്കുന്നത്. item 1 ഇപ്പോൾ item 1 പോയിട്ടുണ്ട്, item 5 ആ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ് വിത്ത് സാപ്പ് ചെയ്യുന്നതല്ല, ഇറ്റ് റിമൂവ്സ് ദി ഓൾഡ് നോഡ് ആൻഡ് റീപ്ലേസസ് വിത്ത് ന്യൂ നോഡ്. അതാണ് ഇവിടെ സംബന്ധിക്കുന്നത്. പഴയ നോഡ് കളഞ്ഞിട്ട് പുതിയ നോഡ് അത് റീപ്ലേസ് ചെയ്യുന്നുള്ളത്. സോ ഇൻസർട്ട് മെത്തേഡ്സ് എല്ലാം മൾട്ടിപ്പിൾ നോഡ്സ് പ്ലസ് സ്ട്രിങ് പോസിബിൾ ആണ്.
ഓക്കെ. സോ വൺ മോർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പ്രീപ്പൻ്റെ ബിഫോർ ആഫ്റ്റർ ഇതൊക്കെ മൾട്ടിപ്പിൾ നോട്ട്സ് ആക്സെപ്റ്റ് ചെയ്യും, സ്ട്രിങ്സ് ആക്സെപ്റ്റ് ചെയ്യും. അത് ടെക്സ്റ്റ് നോട്ട്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് മോസ്റ്റ് കേസസിൽ വൺ എലമെൻറ്റ് ഇൻസെർട്ട് ചെയ്യുന്നതാണ് യൂസ് വരിക. ഓക്കെ. സോ ബ്രൗസർ സപ്പോർട്ട് അലർട്ട് ഞാൻ പറഞ്ഞു. സഫാരിയിൽ ഇഷ്യൂസ് ഉണ്ട്, ബിഫോറും ആഫ്റ്ററും വെച്ച് സഫാരിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് പറഞ്ഞാൽ അപ്പൻ്റെ പ്രിപ്പൻ്റെ മോസ്റ്റ്ലി വർക്ക് ഓൺ എവ്രിവെയർ എക്സെപ്റ്റ് IE. ഓക്കെ, IEയിൽ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഈ അപ്പൻ്റെ പ്രിപ്പൻ്റെ ഒക്കെ വർക്ക് ചെയ്യും. ബട്ട് ബിഫോർ അല്ലെങ്കിൽ ആഫ്റ്റർ സഫാരിയിലും ഇഷ്യൂസ് ഉണ്ടാകാം. MDM സപ്പോർട്ട് ടേബിൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ആക്ച്വലി. ഓക്കെ. സോ ഇഫ് യു ആർ നിങ്ങൾ സഫാരി യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതൊന്ന് കെയർഫുള്ളാക്കി വെക്കുക. ആക്ച്വലി ഈ ഒരു പോയിന്റ് കെയർഫുള്ളാക്കി വെക്കുക. പിന്നെ സഫാരിയിലെ സേഫർ ആൾട്ടർനേറ്റീവ് ഇൻസെർട്ട് അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ മെത്തേഡ് യൂസ് ചെയ്തിരുന്നു. ഇൻസെർട്ട് അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ് വെച്ചിട്ടാണ് കുറച്ചും കൂടി സേഫർ മെത്തേഡ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ ഐറ്റം 2ൻ്റെ ആഫ്റ്റർ ഇൻസെർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സഫാരി സേഫ് ആയിരിക്കണമെന്ന് എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻസെർട്ട് അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്താൽ മതി, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ. സോ അതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്: ബിഫോർ ബിഗിൻ, ആഫ്റ്റർ ബിഗിൻ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ട്. സോ നൗ ഐറ്റം 2ൻ്റെ ആഫ്റ്റർ ഇൻസെർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ മുമ്പ് എഴുതിയ പോലെ തന്നെയാണ് ആ സെക്കൻഡ് എലമെൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡോട്ട് ഇൻസേർട്ട് അഡ്ജസ്റ്റൻ്റ് എലമെൻറ്റ് എടുത്തിട്ട് അതിൽ ആഫ്റ്ററിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആഫ്റ്ററിൻ്റെ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ്, ഇപ്പോൾ നമ്മുടെ കേസിൽ ന്യൂ LI ആണെങ്കിൽ അത് കൊടുക്കുക അവിടെ. ഓക്കെ. സോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ ഈ DOM ഇൻസെർട്ടിങ് മെത്തേഡ്സൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞു തന്നിരുന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക്, എക്സ്പ്ലനേഷൻ. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഡോമിൻ്റെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാ ചെയ്യുന്നത്. ഇതും റിയൽ ടൈം പ്രോജക്ട്സിലൊക്കെ റീസെൻ്റ്ലി എനിക്കറിയില്ല എത്രത്തോളം യൂസ് വരുന്നുണ്ട്. ലെഗസി സിസ്റ്റത്തിലേക്കാണ് കൂടുതലും യൂസ് വരിക ഇങ്ങനത്തെ കേസ്. പക്ഷേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഡീറ്റെയിൽ ആയിട്ട്. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ലോട്ട്. ബൈ.